ഉദ്യോഗസ്ഥന്മാർ അവരൊരു പക്വമായ നിലപാടാണോ സ്വീകരിച്ചത്? ബോധപൂർവം ഒരു പ്രശ്നം ഉണ്ടാക്കാനല്ലേ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത്? അത് ശരി. ഇപ്പൊ എന്റെ രാജ്യത്തേക്കായല്ലേ, ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും അയക്കോ. സാധാരണഗതിയിൽ എന്താ ചെയ്യേണ്ടത്? ഒരു വലിയ ജനക്കൂട്ടം ക്ഷുഭിതരായിട്ട് പുറത്തു നിൽക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. ആ ജനക്കൂട്ടത്തിന് നേരെ കാറുപെടുത്ത് പോകാൻ പറ്റുമോ? സ്വാഭാവികമായും പ്രതികരണം ഉണ്ടാകില്ലേ? ക്ഷുഭിതരായ ഒരു ജനക്കൂട്ടം, ആ ജനക്കൂട്ടത്തിന് നേരെ കാറുപെടുത്ത് പോകുമ്പോൾ സ്വാഭാവികമായും ക്ഷുഭിതരായ ജനക്കൂട്ടം ഏത് ഗാന്ധിയന്മാരും പ്രതികരിച്ചു പോകില്ലേ? ആരും ആക്രമിച്ചിട്ടില്ല. അക്രമം ഇങ്ങനെയൊന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇതൊരു അക്രമമേ അല്ല. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട. സമാധാനപരമായി മാത്രമേ പ്രതിഷേധിക്കാൻ പാടുള്ളൂ എന്ന് ഇടതുപക്ഷ പാർട്ടികളുടെ എല്ലാം നേതൃത്വം കർശനമായി തീരുമാനിച്ചിരുന്നതാണ്. നേതൃത്വം കൈയാളുന്നത് വിവരമില്ലാത്തവരാണെന്ന് അവൻ പറഞ്ഞതിന്റെ അർത്ഥം ആശാൻ മണ്ടനാണെന്നല്ലടാ. അത് പിന്നെ അവൻ അഹങ്കാരിയാണ് ആശാനെ. ഇന്ന് മനോരമയ്ക്ക് മറ്റു ചിലർക്കും ഹൃദയവേദനയുണ്ടായ വാഹനത്തിന്റെ ചില്ലുപൊട്ടിയ സംഭവം തിരുവനന്തപുരത്താണ് ഉണ്ടായത്. പൊടുന്നനെ ഉണ്ടാകുന്ന ആർക്കും നിയന്ത്രിക്കാനാവാത്ത ഒരു ചെറിയ പ്രതികരണമാണ് അവിടെ ഉണ്ടായത്. ഒരുമാതിരി ബൂർഷുകളുടെ ധാർഷ്ട്യം ഞങ്ങളുടെ അടുത്ത് കാണിക്കരുത്. തലകൾ പോയാൽ ഞങ്ങൾക്ക് ഒരു മടിയില്ല, അറിയാലോ. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അതിനൊന്നും സ്വാഗതം ചെയ്യുന്നവരല്ല. പക്ഷെ അത് കാണുമ്പോഴേക്ക് ആക്രമിച്ചു എന്നൊന്നും വലിയ വായിൽ പറയരുത്. അത് ആ ഘട്ടത്തിൽ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാതെ പോയ ഒരു വലിയ ജനക്കൂട്ടത്തിനിടയിലെ തീവ്രമായി പ്രതികരിക്കുന്ന ഏതോ ചില ആളുകൾ ആ ഘട്ടത്തിൽ ഒരു നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ടാവും. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലാന്ന് കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. ജയശങ്കർ ചില്ല് തല്ലി പൊട്ടിച്ചു, കല്ലും കട്ടയും ഉപയോഗിച്ച് മുട്ട വാരി എറിഞ്ഞു, പൊട്ടിയ ചില്ലിനകത്തൂടെ അകത്തിരുന്ന ജീവനക്കാരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, കണ്ണിൽ തറച്ച ചില്ലുമായി പ്രാണരക്ഷാർത്ഥം വാഹനം ഓടിച്ച് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കയറിയതുകൊണ്ടാണ് ആ ഡ്രൈവറും ഇ ഡി ഉദ്യോഗസ്ഥരും രക്ഷപ്പെട്ടത്. അതിനെയാണ് ഞങ്ങളുടെ അക്രമം ഇങ്ങനെയല്ല, ഇതൊരു ഔദാര്യമാണെന്ന് ഒരു മടിയുമില്ലാതെ പൊതുമധ്യത്തിൽ വിളിച്ചു പറയുന്നത്. കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. അദ്ദേഹം പറഞ്ഞതിൽ വലിയൊരു സത്യമുണ്ട്. കാരണം CPM-ന്റെ അക്രമം വെച്ച് ഈ രീതിയിലൊന്നും അല്ല. സുരേഷ് അറിയാൻ പാടുള്ളതുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ബസ്സിന്റെ അകത്ത് കണ്ടക്ടറും ഡ്രൈവറും യാത്രക്കാരും അടക്കം. അന്ന് KSRTC ബസ്സിന് ആ പുറകിലെ ഡോർ മാത്രം, ഫ്രണ്ടിലെ ഡോറില്ല, അതിപ്പോഴും ഇല്ല. ആ വാഹനത്തിന്റെ അകത്ത് KSRTC ബസ്സിനകത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. 4 പേരെ അതിൻ്റെ അകത്ത് വെന്തു മരിച്ചു. ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി, പൊള്ളലേറ്റു. അതൊക്കെയാണ് CPM-ന്റെ ഒരു സാധാരണ അവരുടെ നിലവാരത്തിലുള്ള അക്രമം എന്ന് പറയുന്നത്. അതുപോലൊരു അക്രമമായിട്ട് പാർട്ടി അംഗീകരിച്ചിട്ടില്ല. അതുപോലെ പാർട്ടി വിട്ടുപോയ TP ചന്ദ്രശേഖരനെ 51 വെട്ട് വെട്ടിക്കൊന്നു. ഒരാളെ കൊല്ലാനാണെങ്കിൽ 51 വെട്ടിന്റെ ആവശ്യമില്ല, 1-2 വെട്ടിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഒരാളുടെ മുഖത്ത് മാത്രം 51 വെട്ടുപെട്ടിയത് എന്ന് ചോദിച്ചാൽ അതാണ് CPM-ന്റെ ഒരു സ്റ്റൈൽ, അതാണ് പാർട്ടിയുടെ ഒരു സാധാരണ രീതി. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് കയ്യും കെട്ടി കുലം കുത്തികളെ വെച്ച് പൊറപ്പിക്കുന്നത് എന്റെ ശൈലിയല്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇന്നലെ നടന്ന അക്രമം ഒരു അക്രമമേ അല്ല എന്ന് നമുക്ക് മനസ്സിലാവില്ല. സ്വരാജ് പറഞ്ഞത് ശരിയാണ്. പാർട്ടിയുടെ നിലവാരത്തിലുള്ള അക്രമം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. അതുപോലും പാർട്ടിക്ക് ഒരു അക്രമമായിട്ട് തോന്നുന്നില്ല. അതൊക്കെ സമാധാന പ്രവർത്തനമാണ്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. CPM-കാർ ചെയ്യുന്നതൊക്കെ സമാധാനപരമാണ്. CH മുഹമ്മദ് കോയ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ബസ് കത്തിക്കൽ സംഭവം ഉണ്ടായ സമയത്ത് നിയമസഭയിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് CPM-കാർ വളരെ സമാധാനപരമായിട്ട് പോലീസിനെ കല്ലെറിയുകയും സമാധാനപരമായിട്ട് ആളുകളുടെ മുഖത്ത് ആസിഡ് ബൾബ് ഒഴിക്കുകയും സമാധാനപരമായിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിന് അള്ളു വയ്ക്കുകയും ചെയ്യുമ്പോൾ പോലീസുകാർ സമാധാനപരമായിട്ട് ലാത്തി വീശി അതിൽ ചിലർക്ക് പരിക്ക് വെച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലുള്ള സമാധാന പ്രവർത്തനത്തിലാണ് ഇവർ വിശ്വസിക്കുന്നത്. അവർ അള്ളു വയ്ക്കുന്നത് സമാധാനമാണ്, അവർ ആസിഡ് ബൾബ് ഒഴിക്കുന്നത് എറിയുന്നത് സമാധാനമാണ്, അവർ കത്തിക്കുത്ത് നടത്തുന്നത് സമാധാനമാണ്, അവർ 51 വെട്ടുപെട്ടുന്നത് അവർക്ക് സമാധാനമാണ്. നമുക്ക് ചെറിയ അസമാധാനം തോന്നും, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഒരു വരാൻ പോകുന്ന 5 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ജനകീയ ഉത്സവത്തിന്റെ കേളികൊട്ടാണ് തിരുവനന്തപുരത്ത്. കഴിഞ്ഞ ദിവസം SFI-കാരുടെ സമരമായിട്ടും ഇന്നലെ സഖാക്കളുടെ സമരമായിട്ടും കണ്ടത്. ഇനി അങ്ങോട്ട് സഖാക്കന്മാരുടെ പുറവും പോലീസിന്റെ കൈയും തമ്മിലൊരു വലിയ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ആരെ തോൽപ്പിക്കും എന്ന കാര്യത്തിൽ.
ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ്. നമ്മൾ മടിച്ചു നിന്നാലേ എതിരാളികൾ നമ്മളെ ആക്രമിക്കും. പിന്നല്ലാതെ വെറുതെ വഴി നടക്കുന്ന കുറെ ചെറുപ്പക്കാരെ റോട്ടിലിറക്കി തല്ലുകൊള്ളിക്കാനുള്ള പരിപാടിയുടെ തുടക്കമാണിത്. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. നേതാക്കന്മാർക്ക് ആർക്കും തല്ലുകൊള്ളുകയില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, രാജ്യസഭാ മെമ്പർ സഖാവ് ഡബിള റഹീം എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. SFI കാരുടെ മുമ്പിൽ ഇതുപോലെ വലിയ പ്രകോപനപരമായ പ്രസംഗം നടത്തി. അടിക്കണമെന്നൊക്കെ ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു ദുർബല നിമിഷമുണ്ടെങ്കിലേ വീട്ടിലിരിക്കുന്ന ഭാര്യയോടും മക്കളോടൊക്കെ ഒന്ന് പറഞ്ഞേക്കണം, ആ ദുർബല നിമിഷത്തിൽ എന്നെ ഒന്ന് പുറകോട്ട് പിടിച്ചോളണം, ഇല്ലെങ്കിൽ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പിന്നെ സ്വയം ഇരുന്ന് ശപിക്കേണ്ടി വരും. പോലീസിന് ഇപ്പൊ ആർക്കാ പേടി? പോലീസ് നമ്മൾ സ്ട്രോങ് ആട്ടിക്കണം. നമ്മളെന്തിനു പേടിക്കണത്? പോലീസ് ലാത്തി വീശി ഇപ്പൊ റഹീമിന്റെ പൊടി പോലും കണ്ടില്ല. അദ്ദേഹം ഏത് വഴിക്ക് പോയെന്ന് ആർക്കും അറിയില്ല. പുള്ളി ഇത്ര നാളിൽ ഉട്ടാപ്പിന്ന് വിളിച്ചിരുന്നു. പുള്ളി സത്യത്തിൽ ഒരു മായാവിയാണ്, പെട്ടെന്ന് മാഞ്ഞുപോയി. ഭീകരനാണോ ഭീകരൻ, കൊട്ടും ഭീകരൻ. അടി കഴിഞ്ഞപ്പോ പുള്ളി കൃത്യമായിട്ട് രംഗത്ത് വരികയും വീണ്ടും വലിയ വീരവാദം പറയും ചെയ്തു. ഇതാണ് സഖാക്കൻ നേതാക്കന്മാരുടെ രീതി. നാട്ടുകാരുടെ കാര്യം വലിയ കഷ്ടപ്പാടാണ്. പാവപ്പെട്ടവര് ആ തല്ലുകൊണ്ട് അവരുടെ പുറം പൊളിക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്. ഇനി 5 കൊല്ലത്തേക്ക് ഇതായിരിക്കും. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ യാതൊരു സംശയവും വേണ്ട, സഖാക്കന്മാര് അടിയുടെ ഈ അക്രമത്തിന്റെ ഒരു കേളികൂട്ടാണ് ഇപ്പൊ നടത്തിയിട്ടുള്ളത്. ഇനി ഫുൾ മേജർ സെറ്റ് കഥകളി തുടങ്ങാൻ പോകുന്നു. ശേഷം ഭാഗം സ്ക്രീനിൽ